Bar and Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Adjunctus Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 ഏപ്രിൽ 27 തിങ്കളാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് മെയ് 3 ഞായറാഴ്ച ബഹ്റിനിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. മെയ് 1 വെള്ളിയാഴ്ച വാരാന്ത്യ അവധി ദിനമായതിനാലാണ് മെയ് 3 പകരമായി അവധി നൽകുന്നത്. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയാണ് ഇത് സംബന്ധിച്ച സർക്കുലർ പുറപ്പെടുവിപ്പിച്ചത്. സർക്കാർ സ്ഥാപനങ്ങൾക്കും മന്ത്രാലയങ്ങൾക്കും അവധി ബാധകമാണ്. ജീവിത ചെലവ് നേരിടാനും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുമായി പൗരന്മാർക്ക് നേരിട്ടുള്ള ധനസഹായം നൽകാൻ ബഹ്റിൻ പ്രതിവർഷം 197 ദശലക്ഷം ദീനാർ ചിലവഴിക്കുന്നു. ഇതിൽ 128 ദശലക്ഷം ദീനാർ ജീവിത ചെലവ് അലവൻസിനായാണ് നീക്കിവച്ചിരിക്കുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി 21.5 ദശലക്ഷം, ഭിന്നശേഷി അലവൻസ് 18.3 ദശലക്ഷം, മാംസ സബ്സിഡി നഷ്ടപരിഹാരം 29.4 ദശലക്ഷം എന്നിവയാണ് മറ്റ് പ്രധാന വിഹിതങ്ങൾ. വിധവകൾ, അനാഥർ, വയോധികർ, ഭിന്നശേഷിക്കാർ തുടങ്ങിയ ദുർബല വിഭാഗങ്ങളെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പദ്ധതികളെന്ന് സാമൂഹിക വികസന മന്ത്രാലയം പാർലമെന്റിനെ അറിയിച്ചു. മനാമ സെൻട്രൽ മാർക്കറ്റിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ക്യാപിറ്റൽ മുനിസിപ്പാലിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിപണി സന്ദർശിച്ചു. വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും മികച്ച സേവനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ സംഘം വിലയിരുത്തി. ഈ വർഷത്തെ പദ്ധതിയിൽ വിപണിക്ക് ചുറ്റുമുള്ള റോഡുകളുടെ നവീകരണം, വൈദ്യുത സുരക്ഷാ പരിശോധനകൾ, എയർ കണ്ടീഷനിംഗ് സംവിധാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ എന്നിവ ഉൾപ്പെടുന്നു. മാർക്കറ്റിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ കൃത്യമായ മെയിൻ്റനൻസ് പ്രോഗ്രാമുകൾ നടപ്പിലാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന പൗരന്മാരുടെ വീടുകൾ അതിവേഗം പുനർനിർമ്മിച്ച് ബഹ്റിൻ സർക്കാർ. രാജാവിന്റെയും കിരീടാവകാശിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ഒന്നാംഘട്ട പുനരുദ്ധാരണത്തിൽ ഹിദ് ഹൗസിംഗ് സിറ്റി, സിത്ര എന്നിവിടങ്ങളിലായി 71 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. പൊതുമരാമത്ത് മന്ത്രിയും ഭവനമന്ത്രിയും പ്രദേശം സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. എഞ്ചിനീയറിംഗ് മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളിലേക്ക് കുടുംബങ്ങൾക്ക് സുരക്ഷിതമായി മടങ്ങാമെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ ടൂറിസം സ്ഥാപനങ്ങൾക്ക് ആശ്വാസമായി ഒന്നാം പാദത്തിലെ ഫീസുകൾ അടയ്ക്കുന്നത് മാറ്റിവയ്ക്കാൻ ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അനുമതി നൽകി. ഹോട്ടലുകൾ, ടൂറിസം റെസ്റ്റോറന്റുകൾ എന്നിവയ്ക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ബിസിനസ് സുസ്ഥിരത ഉറപ്പാക്കാനും സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കാനുമാണ് ഈ ഐച്ഛികമായ നടപടിയെന്ന് അതോറിറ്റി വ്യക്തമാക്കി. സ്വകാര്യ മേഖലയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിലൂടെ രാജ്യത്തെ ടൂറിസം മേഖലയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തലസ്ഥാനത്തെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനായി സ്മാർട്ട് ഷെയർഡ് ട്രാൻസ്പോർട്ട് പദ്ധതി നടപ്പിലാക്കാൻ ബഹ്റിൻ സർക്കാർ ആലോചിക്കുന്നു. ഒരേ ദിശയിലേക്ക് പോകുന്നവർക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി യാത്ര പങ്കിടാൻ സഹായിക്കുന്നതാണ് ഈ പദ്ധതി. തിരക്കുള്ള സമയങ്ങളിൽ റോഡിലെ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനും യാത്രാ ചിലവ് ലാഭിക്കാനും ഇതിലൂടെ സാധിക്കും. കൂടാതെ മലിനീകരണം കുറയ്ക്കാനും അന്തരീക്ഷ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും പദ്ധതി സഹായിക്കുമെന്ന് ഗതാഗത മന്ത്രാലയ ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗം വിലയിരുത്തി. ബഹ്റിനിൽ 4 പതിറ്റാണ്ട് പഴക്കമുള്ള അഭിഭാഷക നിയമത്തിന് പകരം സമഗ്രമായ പുതിയ നിയമത്തിന് ശൂറ കൗൺസിൽ അംഗീകാരം നൽകി. 68 വകുപ്പുകളുള്ള പുതിയ നിയമം അഭിഭാഷകരുടെ രജിസ്ട്രേഷൻ, പരിശീലനം, അച്ചടക്ക നടപടികൾ, ഫീസ് എന്നിവയിൽ വ്യക്തമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. പുതിയ നിയമപ്രകാരം വിദേശ അഭിഭാഷകർക്ക് നിശ്ചിത കോടതികളിൽ ബഹ്റൈനി അഭിഭാഷകർക്കൊപ്പം മാത്രമേ ഹാജരാകാൻ അനുമതിയുള്ളൂ. എന്നാൽ ക്രിമിനൽ, തൊഴിൽ, കുടുംബ കേസുകളിൽ ഇവർക്ക് അനുവാദമുണ്ടാകില്ല. നിർബന്ധിത ഇൻഷുറൻസ് വ്യവസ്ഥ ഒഴിവാക്കിയും പിഴകൾ കുറച്ചും നിയമത്തിൽ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലെ 1.06 ലക്ഷം സ്വദേശി ജീവനക്കാരുടെ ഏപ്രിൽ മാസത്തെ ശമ്പളം അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് ഫണ്ടിൽ നിന്ന് നൽകാൻ ശൂറ കൗൺസിൽ അംഗീകാരം നൽകി. ഇതിനായി ഏകദേശം 80 മുതൽ 100 ദശലക്ഷം ദീനാർ വരെയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ഇൻഷുറൻസ് പരിരക്ഷയുള്ള സ്വദേശികൾക്ക് അവരുടെ മുഴുവൻ ശമ്പളവും ലഭിക്കാൻ ഈ നടപടി സഹായിക്കും. നിലവിൽ 600 ദശലക്ഷം ദീനാർ ബാലൻസ് ഉള്ള ഫണ്ട് സുരക്ഷിതമാണെന്നും മുമ്പ് കോവിഡ് ആശ്വാസ പദ്ധതികൾക്കും മറ്റും ഈ ഫണ്ട് വിജയകരമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ബഹ്റിൻ മന്ത്രിമാരെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്ന നിയമ ഭേദഗതി ശൂറ കൗൺസിൽ പാസാക്കി. ഇനി മുതൽ മന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷത്തിന് പകരം ലളിത ഭൂരിപക്ഷം മതിയാകും. പാർലമെന്റിന്റെ മേൽനോട്ടാധികാരം ശക്തമാക്കുന്നതിനും ഭരണനിർവഹണത്തിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനുമാണ് ഈ പരിഷ്കാരം. ശൂറ കൗൺസിൽ അംഗീകരിച്ച ബിൽ ഇനി രാജാവിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കും. നടപടിക്രമങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുന്നത് മന്ത്രിമാരുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി.
One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് Send money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. സ്ത്രീകളെ പ്രലോഭിപ്പിച്ച് ചൂഷണത്തിനിരയാക്കുകയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിക്കുകയും ചെയ്ത ഏഷ്യൻ സ്വദേശികളായ 2 പേരെ ബഹ്റിൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റാണ് ഇവരെ പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. മനുഷ്യക്കടത്തിനെതിരെ കർശന നടപടികൾ തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഫോൺ കാണാതായതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ വീട്ടുജോലിക്കാരിയുടെ കാതറുത്തുമാറ്റുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത സ്വദേശി യുവാവ് വിചാരണ നേരിടുന്നു. ആക്രമണത്തിൽ യുവതിക്ക് 7% സ്ഥിരമായ വൈകല്യം സംഭവിച്ചതായി ഫോറൻസിക് റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം. തർക്കത്തിനിടെ തന്നെ നിലത്തു തള്ളിയിട്ട് മർദ്ദിച്ചതായും ബോധം വരുമ്പോൾ കാതിന്റെ ഭാഗം മുറിഞ്ഞ നിലയിൽ കണ്ടതായും യുവതി മൊഴി നൽകി. എന്നാൽ ആരോപണം നിഷേധിച്ച പ്രതിയെ ജാമ്യം നൽകാതെ കോടതി റിമാൻഡ് ചെയ്തു. കേസ് മെയ് 4 വീണ്ടും പരിഗണിക്കും. ബഹ്റൈനിൽ ഒരേ സ്ഥാപനത്തിൽ 5 പതിറ്റാണ്ട് സേവനമനുഷ്ഠിച്ച് മടങ്ങുന്ന SG എബ്രാഹിമിന് സ്റ്റുഡൻസ് ഗൈഡൻസ് ഫോറം യാത്രയയപ്പ് നൽകി. അദ്ദേഹത്തിന്റെ വിശ്വസ്തതയും ആത്മാർത്ഥതയും പുതിയ തലമുറയ്ക്ക് മാതൃകയാണെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. SGF ചെയർമാൻ എബ്രഹാം ജോണിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. എബ്രഹാമിനെയും കുടുംബത്തെയും പൊന്നാട അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ചടങ്ങിൽ ആദരിച്ചു. സുനിൽ രാജ്, വർഗീസ് കാരേക്കൽ, ജോസ് കെ ജോൺ എന്നിവരുൾപ്പെടെ നിരവധി വ്യക്തികൾ ആശംസകൾ നേർന്നു. SKSSF ബഹ്റൈൻ സംഘടിപ്പിച്ച 6ാമത് രക്തദാന ക്യാമ്പ് മുഹറ കിങ് ഹമ്മദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ നടന്നു. 70ഓളം സന്നദ്ധ പ്രവർത്തകർ ക്യാമ്പിൽ രക്തം നൽകി. യാസർ ജിഫ്രി തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ സമസ്ത ബഹ്റൈൻ നേതാക്കളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സംബന്ധിച്ചു. അബ്ദുൽ മജീദ് ചോലക്കോട്, നവാസ് കുണ്ടറ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് വിജയകരമായി പൂർത്തിയാക്കിയത്. AKCC സംഘടിപ്പിച്ച നർമ്മക്കൂട്ട് പരിപാടി പ്രശസ്ത സിനിമാ താരം കലാഭവൻ ജോഷി ഉദ്ഘാടനം ചെയ്തു. ചിരി ഒരു പ്രത്യയശാസ്ത്രവും പോസിറ്റീവ് എനർജിയുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. AKCC പ്രസിഡന്റ് ചാൾസ് ആലുക്ക അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ജീവൻ ചാക്കോ ആശംസകൾ നേർന്നു. കലുഷിതമായ ജീവിത സാഹചര്യങ്ങളിൽ നർമ്മത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. പ്രീജി ജേക്കബ്, ബോബൻ ജോൺ തുടങ്ങി നിരവധി കലാകാരന്മാർ പങ്കെടുത്ത ചടങ്ങിനെ റോബിൻ കെ സെബാസ്റ്റ്യൻ സ്വാഗതവും പോളി വിധേയത്തിൽ നന്ദിയും പറഞ്ഞു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.